പ്രശംസിച്ച സുരേഷ് ഗോപിയും മേയറും തന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി തന്റെ ഫണ്ട് വിനിയോഗിച്ച മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നതെന്ന് സുരേഷ് ഗോപി. ജനം സുരേഷ് ഗോപിയെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് മേയർ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് തീരുമാനമായില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി. തൃശൂരിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്ന് ശ്രീകണ്ഠൻ. തൃശൂരിലെ ചരിത്ര സ്മാരകമായ പുരാവസ്തു മ്യൂസിയവും ശക്തൻ തമ്പുരാൻ കൊട്ടാരവും നവീകരണത്തിന്റെ പേരിൽ അടച്ചിട്ടിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. എന്ന് തുറന്നു നൽകുമെന്ന് വ്യക്തമാക്കാതെ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ ഒളിച്ചുകളി തുടരുന്നു. ചാലിശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നു. പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ആരോപണം. മന്ത്രി എം പി രാജേഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് മുൻ MLA വി ടി ബൽറാം. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച മാടക്കത്രയിൽ ജാഗ്രതാ നിർദ്ദേശം. പന്നികളിൽ മാത്രം കാണപ്പെടുന്ന രോഗം മനുഷ്യരിലേക്ക് പകരില്ലെന്ന് വിദഗ്ധർ. വാർത്തകൾ വിശദമായി. പരസ്പരം പ്രശംസിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസും. അയ്യന്തോളിയിൽ കോർപ്പറേഷന്റെ അർബൻ ഹെൽത്ത് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും കോർപ്പറേഷൻ മേയർ MK വർഗീസും പരസ്പരം പ്രശംസിച്ച് വീണ്ടും രംഗത്തെത്തിയത്. തന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി തന്റെ ഫണ്ട് വിനിയോഗിച്ച മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മേയർക്ക് എതിർനിൽക്കുന്നവർ ആരാണെന്നും നിങ്ങൾക്കറിയാമെന്നും അവരെ ജനം കൈകാര്യം ചെയ്താൽ മതിയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട മേയർ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെയാണ്. അത് ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തെരഞ്ഞെടുത്ത് അതിന് മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ആരും അതിന് എതിര് നിൽക്കില്ല. എതിര് നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി. മേയർ സുരേഷ് ഗോപി അടുപ്പത്തിനെതിരെ CPI രംഗത്തു വന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന. തുടർന്ന് പ്രസംഗിച്ച മേയർ MK വർഗീസ് സുരേഷ് ഗോപിയെയും തിരിച്ച് പ്രശംസിച്ചു. തൃശൂരിനെ സുരേഷ് ഗോപി വൻ പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്നും ജനം സുരേഷ് ഗോപിയെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും മേയർ പറഞ്ഞു. യഥാർത്ഥമായി അദ്ദേഹം മന്ത്രിയായതിനു ശേഷം വലിയ പദ്ധതികൾ കൊണ്ടുവരണമെന്നാണ് എനിക്ക് അഭിപ്രായം. നമ്മുടെ കേരളത്തിൽ യോജിച്ച തരത്തിലുള്ള തൃശ്ശൂരിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് വലിയ പ്രതീക്ഷകളുണ്ട്. വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനകത്തും ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതെല്ലാം നമുക്ക് തുറന്നു കാണിക്കും. നേരത്തെയും മേയറെ പ്രശംസിച്ച് സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു. സുരേഷ് ഗോപിയുമായുള്ള മേയറുടെ അടുപ്പം CPIയുടെ പരാതിക്ക് ഇടയാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ മേയർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് CPM നേതൃത്വം ഇടപെട്ട് ഇരുകൂട്ടരെയും അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് സുരേഷ് ഗോപിയും മേയറും പരസ്യ പ്രശംസയുമായി രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് TCV. വികസനത്തിൽ ആദ്യത്തേതെന്നോ അവസാനത്തേതെന്നോ മുൻഗണന എന്നില്ലെന്നും ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന എല്ലാ അർത്ഥത്തിലും സ്ഥാപിക്കാൻ പറ്റുന്നവ നടപ്പാക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതും അങ്ങോട്ട് വാഗ്ദാനം ചെയ്തതുമല്ലാത്ത പുതിയ പദ്ധതികൾ നടപ്പിലാക്കും. ഏങ്ങണ്ടിയൂർ ഭാഗത്തും ഗുരുവായൂർ ഭാഗത്തും ഇൻവെസ്റ്റേഴ്സ് വരാനുള്ള വാഗ്ദാനങ്ങൾ വന്നിട്ടുണ്ടെന്നും അങ്ങനെ ഉദ്ദേശിക്കുന്ന പൈലറ്റ് പ്രൊജക്ട് ഇന്ത്യ എന്ന് നാമകരണം ചെയ്യുമെന്നും കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന യോഗ്യമായും എല്ലാ അർത്ഥത്തിലും സ്ഥാപിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതും അങ്ങോട്ട് വാഗ്ദാനം ചെയ്തതും അല്ലാത്ത പുതിയ ഡെവലപ്മെന്റ്സ് ഈ ഒരു അവരോഹണത്തിലൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏങ്ങണ്ടിയൂർ ഭാഗത്ത്, ഗുരുവായൂർ ഭാഗത്ത് ഒരുപക്ഷെ ഇങ്ങനൊരു പദ്ധതി വരുന്നു എന്നറിഞ്ഞ് ഒരു സാമ്പത്തിക അതിക്രമ സ്വഭാവം കൊണ്ട് വന്നില്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റേഴ്സ് വരാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് വാഗ്ദാനങ്ങളുണ്ട്. അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് ഒരു നാന്ദി കുറിക്കുന്ന തരത്തിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ വെളിവാക്കുന്നില്ല. പിന്നെ ഇത് നാളെ തന്നെ ചില ആൾക്കാർ ചോദിക്കും, എവിടെ വന്നില്ലല്ലോ, നാളെ ചോദിക്കാനൊക്കത്തില്ലല്ലോ അല്ലേ? അപ്പോൾ അത് വരും എന്ന് തന്നെയാണ് എൻ്റെ നിശ്ചയം. പക്ഷെ അതിൻ്റെ ഒരു കാലാവസ്ഥ ഒരുക്കേണ്ടത് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ടു എ പേഴ്സൺ ഹു ഇൻവെസ്റ്റ് മണി ഓൺ എ ലാൻഡ്
വിച്ച് ഇസ് നോട്ട് ഹിസ് ഹോം എന്ന് പറയുന്ന ഒരു സംവിധാനം അതിനകത്തുണ്ട്. അപ്പോൾ എനിക്കും ഇതിൻ്റെ ഗുണമുണ്ടാവണം, അല്ലെങ്കിൽ ഈ ഭൂമി കൊണ്ട് എനിക്കൊരു ഗുണവും ഭൂമി മലയാളം നിലനിൽക്കുവോളം കാലമുണ്ടാവില്ല എന്ന് പറയുന്ന അവസ്ഥയിലുള്ള നിയമങ്ങൾ. വാണിജ്യ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോയാൽ തന്റെ സഹപ്രവർത്തകർ ചെയ്യുന്നത് പോലെ പണം വാങ്ങുമെന്നാണ് താൻ പറഞ്ഞത്. ആ പണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുക, മറിച്ചുള്ള മാധ്യമ വാർത്തകൾ അസംബന്ധമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. തൃശൂരിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ലീഡറുടെ പാതയിൽ സഞ്ചരിച്ച് മറികടക്കും. ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ലീഡറുടെ പ്രവർത്തനം വിലയിരുത്തുകയും മാതൃകയാക്കുകയും വേണം. തൃശൂരിലാണ് ലീഡറുടെ ജീവവായു കുടികൊള്ളുന്നതെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി ശ്രീകണ്ഠൻ പറഞ്ഞു. ഇരു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെന്നും വി.കെ. ശ്രീകണ്ഠൻ വ്യക്തമാക്കി. ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ ഒരു തോൽവിയാണ്. ഒട്ടേറെ തോൽവികളെ അഭിമുഖീകരിച്ചും അതിജീവിച്ചും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന ലീഡറുടെ ആശയമാണ് ഇന്ന് നമുക്കെല്ലാവർക്കും ആവേശമായിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചാൽ, ആ രീതിയിൽ പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും കോൺഗ്രസ് വീണ്ടും ശക്തമായി തൃശ്ശൂരിൽ വരും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുക്കുകയാണ്, ലീഡറുടെ ആ പ്രവർത്തന മാതൃക അതെല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ, എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ മതേതര പാർട്ടി ഈ തൃശ്ശൂർ പോലുള്ള ഒരു എല്ലാ തരത്തിലും ഒരു മതേതരത്വം ആഗ്രഹിക്കുന്ന ജനങ്ങൾ പാർട്ടിയെ തിരികെ കൊണ്ടുവരും. അതുകൊണ്ട് ലീഡറുടെ മാതൃകയിൽ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഇന്ന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതിജ്ഞ എടുക്കുകയാണ്. തൃശൂരിലെ ചരിത്ര സ്മാരകമായ പുരാവസ്തു മ്യൂസിയവും ശക്തൻ തമ്പുരാൻ കൊട്ടാരവും നവീകരണത്തിന്റെ പേരിൽ അടച്ചിട്ടിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. മ്യൂസിയവും കൊട്ടാരവും കാണാനെത്തുന്നവരെ നിരാശരാക്കി സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ ഒളിച്ചുകളി തുടരുകയാണ്. തൃശൂരിന്റെ മുഖമുദ്രയാണ് നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന ശക്തൻ തമ്പുരാന്റെ കൊട്ടാരം. ഏറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കൊട്ടാരം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഈ കൊട്ടാരവാതിൽ അടച്ചുകെട്ടിയിട്ട് വർഷങ്ങളായെങ്കിലും ഇനിയും പണി പൂർത്തിയാക്കി തുറന്നു നൽകിയിട്ടില്ല. ചരിത്രം പേറുന്ന ഈ കൊട്ടാരത്തെക്കുറിച്ചും പുരാവസ്തു മ്യൂസിയത്തെക്കുറിച്ചും കേട്ടറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തുന്നവർ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയിരിക്കുന്ന കൊട്ടാര ഗേറ്റിൽ തൂക്കിയിരിക്കുന്ന ബോർഡും കണ്ട് നിരാശരായി മടങ്ങുകയാണ് പതിവ്. ടിക്കറ്റിനത്തിൽ മാത്രം പുരാവസ്തു വകുപ്പിന് കിട്ടേണ്ട ലക്ഷങ്ങളാണ് നഷ്ടമാകുന്നതെന്നതിന് പുറമെ നഗരഹൃദയത്തിൽ അടച്ചുപൂട്ടിക്കിടക്കുന്ന കൊട്ടാരം സാംസ്കാരിക നഗരിക്ക് അപമാനവുമാണ്. 6 ഏക്കറിലധികം വരുന്ന മ്യൂസിയം വളപ്പിൽ അപൂർവ സസ്യശേഖരങ്ങളടങ്ങിയ പൈതൃക ഉദ്യാനവും സർപ്പക്കാവുമുണ്ട്. തൃശൂർ നഗരത്തിന്റെ ശില്പിയും നാടുവാഴിയുമായിരുന്ന ശക്തൻ തമ്പുരാന്റെ സ്മൃതി കുടീരവും കൊട്ടാര വളപ്പിലാണുള്ളത്. 3 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ കൊട്ടാരം 1993 സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. 2000 പുരാവസ്തു മ്യൂസിയവും പ്രവർത്തനം ആരംഭിച്ചു. 5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് മ്യൂസിയത്തിന്റെ നവീകരണം നടന്നു വരുന്നത്. എന്നാൽ നവീകരണം പൂർത്തീകരിച്ച് എന്ന് ഈ കൊട്ടാരം പൊതുജനത്തിന് തുറന്നു നൽകുമെന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായില്ല. TCV തൃശൂർ. ചാലിശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നു. പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ആരോപണം. മന്ത്രി MB രാജേഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് മുൻ MLA VT ബൽറാം. തൃത്താലയിലെ ഓരോ പഞ്ചായത്തിലും ഓപ്പൺ ജിംനേഷ്യം എന്ന മന്ത്രി MB രാജേഷിന്റെ പ്രഖ്യാപനത്തിൽ ആദ്യഘട്ടം നടപ്പിലാക്കിയ ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ഉദ്ഘാടനം ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തകർന്നു. ഓപ്പൺ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന 6ഓളം ഉപകരണങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇതിൽ വൻ അഴിമതിയാണ് നടത്തിയതെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യം 2 ആഴ്ചകൾക്ക് മുമ്പാണ് നാടിന് സമർപ്പിച്ചത്. എന്നാൽ നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ സ്ഥാപിച്ച് അഴിമതി നടത്തിയതാണെന്നും ഇതിൽ MB രാജേഷിന് നേരിട്ടുള്ള പങ്ക് അന്വേഷിക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റും തൃത്താല മുൻ MLAയുമായ
VT ബൽറാം ആവശ്യപ്പെട്ടു. 10-20 ദിവസമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ 8-9 ഇവിടെയുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇങ്ങനെ അഴിച്ചു മാറ്റി വെക്കേണ്ടുന്ന അവസ്ഥയിലാണ്. പൂർണ്ണമായും ഗുണനിലവാരം കുറഞ്ഞ ഒരു പണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായി ഈ പദ്ധതി ഒരു തകർന്ന അവസ്ഥയിലാണ്. ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ സംശയിക്കുകയാണ്. കാരണം 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയുടെ അതിന്റെ ഗുണനിലവാരം ഇതാണ് എന്ന് പറയുമ്പോൾ, ദിവസങ്ങൾക്കുള്ളിൽ ഇത്ര വലിയൊരു തകർച്ച നേരിട്ടു എന്ന് പറയുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഉപകരണങ്ങൾക്ക് തകരാറില്ലെന്നും ഘടിപ്പിച്ചതിലെ പിഴവാണെന്നും കരാറുകാരെ വിവരമറിയിച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി MB രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെൽകെയർ എന്ന കമ്പനിക്കാണ് ജിംനേഷ്യത്തിന്റെ കരാർ നൽകിയത്. നിലവിൽ പട്ടിത്തറ, നാഗലശ്ശേരി, പരതൂർ പഞ്ചായത്തുകളിൽ ജിംനേഷ്യത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. TCV കുന്നംകുളം. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച മാടക്കത്രയിൽ ജാഗ്രതാ നിർദ്ദേശം. കട്ടിലപ്പൂവം സ്വദേശി ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികൾക്കാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഫാമിലെ 310 പന്നികളെ ഇന്ന് കൊന്നൊടുക്കി. ഡോക്ടർമാരുടെയും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെയും നേതൃത്വത്തിലാണ് കള്ളിംഗ് നടപ്പാക്കുന്നത്. ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായി കണക്കാക്കിയിട്ടുണ്ട്. 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ പ്രദേശമായും കണക്കാക്കിയിട്ടുണ്ട്. പന്നികളിൽ മാത്രം കാണപ്പെടുന്ന ഈ രോഗം മനുഷ്യരിലേക്ക് പകരില്ലെന്ന് വിദഗ്ധർ പറഞ്ഞു. തൃക്കൂർ വെള്ളാനിക്കോട് ഇരുമ്പ് തോട്ടികൊണ്ട് കടച്ചക്ക പറിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് വയോധിക മരിച്ചു. പുളിച്ചുവട് എടതുരുത്തിക്കാരൻ അന്തോണിയുടെ ഭാര്യ 65 വയസ്സുള്ള സെലീന ആണ് മരിച്ചത്. സമീപത്തെ പറമ്പിൽ നിന്ന് കടച്ചക്ക പറിക്കുന്നതിനിടെയാണ് അപകടം. സമീപത്ത് താമസിക്കുന്ന മക്കളാണ് ആദ്യം കണ്ടത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടന്തരപ്പള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കുരിയച്ചുറ മുതൽ തലൂർ വരെ റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി. ബസ്സുകൾ റൂട്ട് മാറ്റി ഓടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. റോഡിൽ നിറയെ കുഴികളാണ്. കുഴികളിൽ വെള്ളം നിറഞ്ഞതിനാൽ അപകടങ്ങളും തുടർക്കഥയാണ്. പനംകുറ്റിച്ചിറങ്ങുളം മുതൽ വ്യവസായ എസ്റ്റേറ്റ് വരെയുള്ള ദൂരത്തിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള ഈ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് വർഷങ്ങളായി. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനും കേബിൾ ഇടാനും വേണ്ടി കുഴിച്ച ഭാഗങ്ങൾ വേണ്ട രീതിയിൽ അറ്റകുറ്റപ്പണി നടത്താറുമില്ല. റോഡിലെ കുരുക്ക് കാരണം ബസ്സുകൾ കമ്പനിപ്പടി വഴി വളഞ്ഞാണ് പോകുന്നത്. ചില ബസ്സുകൾ ഒല്ലൂർ വഴി വരാതെ നടത്തറ വഴിയാണ് തൃശൂരിലെത്തുന്നത്. വെസ്റ്റ് മങ്ങാട് വെട്ടിക്കടവ് പാലത്തിന്റെ റോഡരികിന് സമീപം സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനം നടപ്പായില്ല. റോഡിന്റെ ഒരു വശത്ത് തോടും മറുഭാഗത്ത് പാടവുമാണുള്ളത്. പാടത്ത് 10 അടിയോളം താഴ്ചയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ അപകടം ഉണ്ടാകുമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. റോഡിന് ഇരുവശത്തും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും 2 വർഷമായിട്ടും പണി തുടങ്ങിയില്ല. റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മങ്ങാട് മുതൽ കിഴൂർ വരെയുള്ള റോഡ് 2 വർഷം മുമ്പാണ് ആധുനിക രീതിയിൽ നവീകരിച്ചത്. മഴക്കാലത്ത് വെള്ളക്കെട്ട് പതിവായ വെട്ടിക്കടവ് പാലം റോഡിൽ ക്വാറിപ്പൊടിയും മെറ്റലുമിട്ട് ഉയർത്തിയാണ് റോഡ് നവീകരിച്ചിട്ടുള്ളത്. മനക്കുടി ഗീവർഗീസ് സഹാദയുടെ തീർത്ഥ കേന്ദ്രത്തിൽ മോഷണം. കപ്പേളയുടെ ഒരു വശത്തെ ജനൽ ചില്ലുകൾ തകർത്ത നിലയിൽ കണ്ടെത്തി. രൂപക്കൂടിന്റെ ഒരു വശവും തകർത്തിട്ടുണ്ട്. ചില്ല് അടിച്ചുടച്ച മോഷ്ടാവ് രൂപത്തിൽ അണിഞ്ഞിരുന്ന സ്വർണം പൂശിയ 2 മാലകൾ കവർന്നു. ഭണ്ഡാരം കോൺക്രീറ്റ് കട്ട ഉപയോഗിച്ച് തകർക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. കപ്പേളയുടെ വശത്തുള്ള ചില്ല് തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നിട്ടുള്ളത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. പന്തളം നഗരസഭ, പന്തളം മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന പ്രതിനിധി സംഘം വടക്കാഞ്ചേരി നഗരസഭ സന്ദർശിച്ചു. നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനാണ് സംഘമെത്തിയത്. പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം നഗരസഭയിലെ കുമ്പളങ്ങാട് ഡീവാട്ടേർഡ് കമ്പോസ്റ്റ് പ്ലാന്റ്, MCFകൾ, RRF, കൈമാറ്റക്കട മുതലായവ സന്ദർശിച്ചു. പ്രതിനിധി സംഘത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബെന്നി മാത്യു, രമ്യ യു, സീന കെ, നഗരസഭാ കൌൺസിലർമാർ, സെക്രട്ടറി അനിത EV, CCM ബിനോയ് ബിജി, നഗരസഭയിൽ നിന്നുള്ള മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് സന്ദർശനം നടത്തിയത്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീൽ ആബി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിനിധികൾക്ക് സ്വീകരണം നൽകി.
നഗരസഭാ ഹെൽത്ത് വിഭാഗം PHIമാരായ സിദ്ദീഖുൽ അക്ബർ, സുജിത് എന്നിവർ വടക്കാഞ്ചേരിയിലെ വിവിധ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിനിധികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അഴിമതിയാണെന്നാരോപിച്ച് UDF പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബ്ലോക്ക് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടിയ സാഹചര്യത്തിലാണ് UDF പ്രതിഷേധം. പുതുക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബ്ലോക്ക് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ UDF ചെയർമാൻ KL ജോസ് ഉദ്ഘാടനം ചെയ്തു. UDF കൺവീനർ സോമൻ മുത്രത്തിക്കര അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി, സതി സുധീർ, KL ജോജു എന്നിവർ സംസാരിച്ചു. ടോറസ് ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികനായ മതിലകം സ്റ്റേഷനിലെ ASIക്ക് ഗുരുതര പരിക്ക്. മൂർക്കനാട് സ്വദേശി സതീഷിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി മാപ്രാണം തേലപ്പള്ളിയിൽ വെച്ചായിരുന്നു അപകടം. ഗുരുതര പരിക്കേറ്റ സതീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിച്ച ലോറി നിർത്താതെ പോയി. തൃശൂർ തൃപ്രയാർ റോഡിലെ അമ്മാടം പുത്തൻ വെട്ടുവഴി ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. അമ്മാടം, കോടന്നൂർ, തൃപ്രയാർ എന്നീ 3 ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റോഡുകൾ കൂടിച്ചേരുന്ന ഭാഗമായ പുത്തൻ വെട്ടുവഴി ജംഗ്ഷനിൽ അമിത വേഗവും ട്രാഫിക് നിയന്ത്രണ മാർഗങ്ങളുടെ അഭാവവുമാണ് വില്ലനാകുന്നത്. അപകട സാധ്യത കണക്കിലെടുത്ത് മുന്നറിയിപ്പ് ബോർഡുകളോ ട്രാഫിക് ഐലൻഡോ ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടില്ല. സമീപത്തെ സ്കൂളുകളിലേക്കും ട്യൂഷൻ സെന്ററുകളിലേക്കുമായി നിരവധി വിദ്യാർത്ഥികൾ റോഡ് മുറിച്ചു കടക്കുന്ന ഇവിടെ സീബ്ര വരകളും ഇല്ല. കൂടാതെ കാഴ്ചയ്ക്കും ഗതാഗതത്തിനും തടസ്സമുണ്ടാക്കും വിധം പരസ്യ ബോർഡുകളുള്ളതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പും പോലീസും ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിൽ നിന്ന് വീണ യാത്രക്കാരന് ഗുരുതര പരിക്ക്. പരിക്കേറ്റ ആളെ വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കുന്നംകുളം ചാട്ടുകുളത്ത് സൈക്കിളും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ നന്ദനം വിലയിൽ അരവിന്ദാക്ഷ പണിക്കർ, ആർത്താറ്റ് ചിരിയം കണ്ടത്ത് വീട്ടിൽ തോബിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറും റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന സൈക്കിളും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദിവാസി ദളിത് PG/UG വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് കഴിഞ്ഞ 2 വർഷമായി മുടങ്ങിക്കിടക്കുകയാണെന്ന് ആദിവാസി ദളിത് സ്റ്റുഡൻസ് തിയേറ്റർ മൂവ്മെന്റ് ഭാരവാഹികൾ ആരോപിച്ചു. ഗ്രാന്റ് കിട്ടാത്തതിനാൽ വിദ്യാർത്ഥികളുടെ പഠനം പാതി വഴിയിൽ മുടങ്ങുകയും അവർ ഊരുകളിലേക്കും കോളനികളിലേക്കും തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയുമാണ്. കേരളത്തിലെ കലാലയങ്ങളിൽ ആദിവാസി ദളിത് വിദ്യാർത്ഥികൾ ജാതി വിവേചനത്തിന് ഇരയാക്കപ്പെടുന്നുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. ഗ്രാന്റ് കൃത്യമായി വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഈ മാസം 20-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും തങ്ങളുടെ ആദ്യ നാടകമായ ഏങ്കളെ ഒച്ചെ എന്ന നാടകവും മറ്റ് സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുമെന്നും ഇവർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പണ്ഡിറ്റ് ടി ഗൌതം, AT രേവതി മോൾ, VK രാഹുൽ, CV ശ്രീജിത്ത്, AD ജിഷ്ണു എന്നിവർ പങ്കെടുത്തു. ലീഡർ K കരുണാകരന്റെ 106ാം ജന്മദിന വാർഷികം ആചരിച്ചു. ജന്മവാർഷികത്തോടനുബന്ധിച്ച് പൂങ്കുന്നം മുരളി മന്ദിരത്തിലെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP, മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, സുനിൽ അന്തിക്കാട്, IP പോൾ, KV ദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ 6 മാസമായിട്ടും തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനതാദൾ S കൈപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി. ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CT ഡേവിസ് അധ്യക്ഷത വഹിച്ചു. CD ഔസേബ്, രാഘവൻ, മുളങ്ങാടൻ, പ്രിജോ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ലീഡർ K കരുണാകരന്റെ ജന്മദിനം കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. മോഹനൻ പച്ചാമ്പിള്ളി, P മണികണ്ഠൻ, PA ജോസ്, മാർട്ടിൻ ചാലിശ്ശേരി, CL ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ലീഡർ K കരുണാകരന്റെ 106ാം ജന്മദിനം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് PM അനീഷ്, കോൺഗ്രസ് നേതാക്കളായ T ഗോപാലകൃഷ്ണൻ, TA രാധാകൃഷ്ണൻ, വിനോദ് പന്തലാടി തുടങ്ങിയവർ പങ്കെടുത്തു.
സ്പന്ദനം ഫിലിം ഫെസ്റ്റിവൽ സപ്ലിമെന്റ് പ്രകാശനം മാധവ് രാംദാസ് റിനി സലാമിന് നൽകി നിർവഹിച്ചു. താളം തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ സ്പന്ദനം പ്രസിഡന്റ് CO ദേവസി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടർ ജയൻ മേലേതിൽ, സ്പന്ദനം ഭാരവാഹികളായ PSA ബക്കർ, NT ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. വള്ളത്തോൾ നഗർ ഹോമിയോ ആശുപത്രിയുടെ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MV സുചിത്ര, PA യൂസഫ്, M ബിന്ദു, KR ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു. പഠിച്ച് മിടുക്കരാകുന്നത് എന്തിനായിരിക്കണം എന്നുള്ള ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഏറ്റവും നല്ല കുട്ടികളായിട്ട് വളർന്നു വരുന്നത് ഏറ്റവും നല്ല മനുഷ്യരായി നമ്മുടെ സമൂഹത്തെ സേവിക്കാൻ കഴിയുന്നവരായിട്ട് മാറണം. നമ്മുടെ നാടിനെ സേവിക്കാൻ കഴിയുന്നവർ, നമ്മുടെ നാടിന് നന്മ ചെയ്യുന്നവരായി മാറാൻ കഴിയും. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം LP സ്കൂളിൽ ബഷീർ ദിനം ആചരിച്ചു. പ്രധാനാധ്യാപകൻ KR രജിത്, അധ്യാപകരായ നിഷ ആന്റണി, KP അജിത, PR നിഷ, KS പ്രീത, ദാമോദർ മാമ്പുള്ളി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഷീറിന്റെ പൂവമ്പഴം എന്ന കൃതിയുടെ വിദ്യാർത്ഥികളുടെ നാടകാവതരണം ഏറെ ശ്രദ്ധേയമായി. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ്ബിലെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൈത്താങ്ങ് സഹായ പദ്ധതി പ്രകാരം അവശത അനുഭവിക്കുന്ന 10 പേർക്ക് പ്രതിമാസം 2000 രൂപ വീതവും വൃക്കരോഗികൾക്ക് 1 വർഷത്തേക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ധനസഹായവും ക്ലബ്ബ് നൽകും. അർബുദബാധിതയായ കുട്ടിക്ക് ചികിത്സാ സഹായം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് KT ജോണി, സെക്രട്ടറി TK മാത്യു, KO വർഗീസ്, ജോയ്സൺ കീരിയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിനെതിരെ കേസെടുത്തതിൽ ആമ്പല്ലൂരിൽ പ്രതിഷേധം. BJP ആമ്പല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സജീവൻ തൃക്കൂർ, സലിൽ കുണ്ടനി, പ്രേമൻ വടക്കുമുറി, വിദ്യാധരൻ കോപ്പാട്ടിൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ചുമത്തിക്കൊണ്ടാണ് CPM കരുവന്നൂരിലത്തെ കള്ളന്മാർക്കെതിരെ ED കേസെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിനെതിരായിട്ട് BJPയുടെ നേതാക്കൾക്കെതിരെ കള്ളക്കേസെടുക്കാൻ തയ്യാറായിരുന്നു. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ശ്രീ ശാസ്താ സംഗീതോത്സവത്തിന് തുടക്കമായി. സംഗീതോത്സവം സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് അധ്യക്ഷത വഹിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ MP മുരളീധരൻ ഉപഹാരം നൽകി ആദരിച്ചു. TS രാധാകൃഷ്ണന് സമിതിയുടെ ഉപഹാരം പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ സമ്മാനിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, പെരുവനം സതീശൻ മാരാർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ K കരുണാകരൻ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. മഞ്ജുളാൽ പരിസരത്ത് നടന്ന അനുസ്മരണ സദസ്സ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷനായി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൌൺസിലർമാരായ KPA റഷീദ്, CS സൂരജ്, രേണുക ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഏറെ കഥകൾ പറയാനുണ്ട് കൊടുങ്ങല്ലൂർ 2ാം വാർഡിലെ വിളക്കുകാലിന്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വിളക്കുകാലാണിത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 2ാം വാർഡിൽ ഉണ്ണിപ്പറമ്പത്ത് പടിക്ക് സമീപം റോഡരികിലാണ് പഴയ വഴിവിളക്കിന്റെ അവശേഷിപ്പായി ഇരുമ്പ് വിളക്കുകാൽ സ്ഥിതി ചെയ്യുന്നത്. 1 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ഈ വിളക്കുകാലിന്. വിളക്ക് നശിച്ചു പോയെങ്കിലും വിളക്കുകാൽ കാലത്തെ അതിജീവിച്ചു. 1980-കൾ വരെ ഇവിടെ വിളക്ക് പ്രകാശിച്ചിരുന്നതായി മുതിർന്നവർ ഓർക്കുന്നുണ്ട്. പഞ്ചായത്തായിരിക്കുന്ന കാലത്ത് ഇവിടെ വഴിവിളക്കൊന്നും ഇല്ലാത്ത സമയത്ത് അതിന് ജനങ്ങൾക്ക് ഇത് സഞ്ചാരയോഗ്യം ആക്കാൻ വേണ്ടി ഒരു മണ്ണെണ്ണ ചിമ്മിനി വെച്ച് കത്തിക്കുന്ന ഒരു വഴിവിളക്കായിരുന്നത്. ഇടവഴി റോഡായി മാറുകയും വൈദ്യുതി കടന്നു വരികയും ചെയ്തതോടെ
എണ്ണയൊഴിച്ച് കത്തിക്കുന്ന വിളക്കിന്ന് വൈദ്യുതി ലൈറ്റിന് വഴിമാറി. ഒരു കാലഘട്ടത്തിൽ വൈകിട്ട് വിളക്ക് എണ്ണയൊഴിച്ച് തെളിയിക്കുകയും രാവിലെ തിരിയണയ്ക്കുകയും ചെയ്തിരുന്നത് ചെറുവള്ളി പരമുവും ഭാര്യ കാർത്യായനിയുമായിരുന്നു. രാത്രികാലങ്ങളിൽ വഴിയാത്രക്കാർക്ക് ഏറെ ഉപകാരമായിരുന്നു ഈ വിളക്ക്. സമാന മാതൃകയിലുള്ള വഴിവിളക്കുകളുടെ അവശിഷ്ടങ്ങൾ കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന വിളക്കുകൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കൊടുങ്ങല്ലൂർ. ലീഡർ കെ കരുണാകരന്റെ 106ാം ജന്മദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ CA ശങ്കരൻകുട്ടി, NR രാധാകൃഷ്ണൻ, വറീദ് ചിറ്റിലപ്പള്ളി, അഡ്വക്കേറ്റ് TS മായാദാസ്, ജയൻ മംഗലം, ജോണി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ കോടതി സമുച്ചയം നിർമ്മിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്ന ഭൂമിയിലാണ് കോടതി സമുച്ചയം നിർമ്മിക്കുക. നിലവിൽ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്കൂൾ നിയമകാര്യ വകുപ്പിന്റെ ചിലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നും 54 സെന്റ് സ്ഥലമാണ് കോടതി സമുച്ചയ നിർമ്മാണത്തിനായി നിയമകാര്യ വകുപ്പിന് കൈമാറുക. ഭൂമി കൈമാറ്റം സംബന്ധിച്ച് വിവിധ വകുപ്പുകൾ തമ്മിൽ ധാരണയായി. സമുച്ചയ നിർമ്മാണം വൈകാതെ ആരംഭിക്കും. മുൻസിഫ് കോടതിയും 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഗ്രാമീണ ന്യായാലയം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിലും പോക്സോ കോടതി വാടക കെട്ടിടത്തിലുമാണുള്ളത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വായനാശാലകൾക്കുള്ള കമ്പ്യൂട്ടറുകളുടെയും ഫർണിച്ചറിന്റെയും വിതരണോദ്ഘാടനം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ MB സുചിത്ര, അരുൺ കാളിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. എന്നാൽ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലാണ് നമ്മുടെ മനുഷ്യനെ വാട്ടർ ബേക്ക് കമ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഓരോ അറകളിൽ മനുഷ്യനെ മാറ്റി നിർത്തുന്നതിന് പകരം നമ്മളെല്ലാവരും ഒന്നുചേരേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതമെല്ലാം മറന്നുകൊണ്ട് എല്ലാ മനുഷ്യരും പങ്കാളികളായി. വെങ്കിടങ് പഞ്ചായത്തിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, കൃഷി ഓഫീസർ ജേക്കബ് ഷോമോൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ലീഡർ കെ കരുണാകരന്റെ 106ാം ജന്മദിനത്തോടനുബന്ധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര മഹാസംഘം ഓഫീസിൽ ലീഡർ അനുസ്മരണം നടന്നു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷത വഹിച്ചു. കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. NM വിനീഷ്, KC മോഹനൻ, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒല്ലൂരിലെയും മണ്ണുത്തിയിലെയും മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഒല്ലൂർ പ്രസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഒല്ലൂർ പ്രസ് ക്ലബ് പ്രസിഡന്റായി സുരേഷ് എടക്കുന്നിയെയും സെക്രട്ടറിയായി KR ഔസേഫിനെയും തിരഞ്ഞെടുത്തു. TCV റിപ്പോർട്ടർ ശ്രീജിത്ത് പുളിങ്കുഴിയെ വൈസ് പ്രസിഡന്റായും ജെയിംസ് ചാക്കേരിയെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. എടതിരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സ്വയം തൊഴിലിന് സ്കൂട്ടർ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ VV ജയൻ, PA ഷമീർ, സജീഷ് സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. അതൊന്നും അറിയാം, വേറൊരു വണ്ടി കൈവശം ഉണ്ടെങ്കിൽ അവർക്കത് ലഭ്യമാകുകയും അപ്പോൾ മതിയായ രേഖകൾ ഹാജരാക്കാൻ പറയുന്ന സമയത്ത് അത് ഹാജരാക്കാൻ.
മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ബഷീറിന്റെ കൃതികളായ ബാല്യകാല സഖി, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, ഭൂമിയുടെ അവകാശികൾ, മതിലുകൾ, പാത്തുമ്മയുടെ ആട്, പൂവൻപഴം എന്നീ കൃതികളുടെ ദൃശ്യാവിഷ്കാരം അരങ്ങേറി. പ്രധാനാധ്യാപിക K. ഗിരിജ, അധ്യാപകരായ C. ജ്യോതി, M. വിപിന എന്നിവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ 2021-2024 ബാച്ച് ബിരുദ വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ ചടങ്ങ് നടന്നു. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ L. സുഷമ ബിരുദദാനം നിർവഹിച്ചു. ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ, സഹൃദയ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മൃതി ദിനത്തിൽ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന് സ്കൂൾ അങ്കണത്തിലെ ഇലഞ്ഞിമരത്തണലിൽ ഒത്തുകൂടി. വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടു. ബഷീറിന്റെ ജീവചരിത്രക്കുറിപ്പ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ബെൻലിയ തെരേസയും 80ന്റെ നിറവിലെത്തിയ ബഷീർ കൃതി ബാല്യകാല സഖിയുടെ വായനാക്കുറിപ്പ് PA നിഖിലയും അവതരിപ്പിച്ചു. പ്രധാനാധ്യാപകൻ T. അനിൽകുമാർ, അധ്യാപകരായ CC പ്രിയ, മിലി ആന്റണി, P. രമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ മെറിറ്റ് ഡേ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുപുറം, പ്രധാന അധ്യാപകൻ ജോഷി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ അധ്യാപകരും രക്ഷകർത്താക്കളും അതുപോലെ തന്നെ നാടൊന്നിച്ച് നിന്നാൽ മാത്രമാണ് ആ സ്കൂള് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക. വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടന്നു. സ്കൂൾ പ്രധാന അധ്യാപകൻ ജോയ് ചെറിയാൻ ബഷീർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലയാള അധ്യാപകൻ ബോബി ജോസ് അധ്യക്ഷത വഹിച്ചു. സബീന മാത്യു, K. ലിമ എന്നിവർ സംസാരിച്ചു. അവളുടെ പ്രണയവും വാശിയും നിരാശയും പകയുമെല്ലാം പറഞ്ഞു പോകുന്ന ഒരു കഥയാണിത്. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി V. സാംബശിവൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കഥാപ്രസംഗ കലയെയും V. സാംബശിവന്റെ കലാജീവിതത്തെയും അടിസ്ഥാനമാക്കി P. മണികണ്ഠൻ പ്രഭാഷണം നടത്തി. സദാശിവൻ കുറുവത്ത്, ലൈബ്രറിയൻ സുഷമ T. ശാന്തൻ എന്നിവർ സംസാരിച്ചു. കഥാപ്രസംഗ മത്സരവും നടന്നു. പിന്നെ വേറെ 2-3 സംഘടനകൾ നേതൃത്വം നൽകിയ 3 സംഘടനകൾ നേതൃത്വം നൽകിയ ഒരു പരിപാടിയിലാണ് കടാമംഗലം സദാനന്ദൻ അവസാനമായിട്ട് നമ്മുടെ കൊടകരയിലെ പരിപാടി തിരിച്ചിരിക്കുന്നത്. എളവള്ളി പഞ്ചായത്തിലെ വാഗ അയ്യപ്പൻ മാസ്റ്റർ സ്മാരക പബ്ലിക് ലൈബ്രറിയുടെ സുവർണ ജൂബിലി സമാപിച്ചു. മുരളി പെരുന്നെല്ലി MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വായനാശാല പ്രസിഡന്റ് ശ്രീകുമാർ വാഗ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, ഗുരുവായൂർ ദേവസ്വം കലാനിലയം സൂപ്രണ്ട് മുരളി പുറനാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ALP സ്കൂളിൽ ഫണ്ട് ഫാക്ടറി പദ്ധതി ആരംഭിച്ചു. വിദ്യാലയ മാനേജ്മെന്റ്, PTA എന്നിവയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ള ഫണ്ട് ഫാക്ടറിയിൽ ചെസ്, ക്യാരംസ്, ട്രാംപുലീൻ, ബിൽഡിംഗ് ബ്ലോക്സ്, 10-pin ബൌളിംഗ്, ബ്രെയിൻ ജിം തുടങ്ങിയ കളികളാണ് ഒരുക്കിയിട്ടുള്ളത്. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഫണ്ട് ഫാക്ടറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം TK സതീശൻ അധ്യക്ഷത വഹിച്ചു. ഫുട്ബോൾ ജംഗ്ലിംഗിൽ നോബൽ വേൾഡ് റെക്കോർഡ് ജേതാവായ NG അനൈ, പഞ്ചായത്ത് അംഗം A രാജീവ്, ഇരിങ്ങാലക്കുട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ MC നിഷ തുടങ്ങിയവർ സംസാരിച്ചു. റോട്ടറി ക്ലബ് ഓഫ് തൃശൂർ സിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അവാർഡ് ദാന ചടങ്ങും ഞായറാഴ്ച തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
കെ രാധാകൃഷ്ണൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സിനി ആർട്ടിസ്റ്റ് ഇർഷാദ് അലിയെ റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ സിറ്റിയുടെ കലാരത്ന അവാർഡ് നൽകി ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ സിറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫ്രാൻസി ജോസഫ്, സെക്രട്ടറി ഷെബി ഒലക്കെങ്കിൽ, ഇലക്ടഡ് പ്രസിഡന്റ് ജോയ് കൊള്ളന്നൂർ, ഇലക്ടഡ് സെക്രട്ടറി KV ആനന്ദ്, പ്രോഗ്രാം ഡയറക്ടർ OK ടോണി എന്നിവർ പങ്കെടുത്തു. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളും നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാലയും സംയുക്തമായി ബഷീർ അനുസ്മരണവും പുസ്തക ചലച്ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മഞ്ജു സജി അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് NS വിദ്യാധരൻ, പ്രിൻസിപ്പാൾ V പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6675, പവന് 53,400. വെള്ളി ഗ്രാമിന് 97, പ്ലാറ്റിനം ഗ്രാമിന് 3642 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പരം പ്രശംസിച്ച സുരേഷ് ഗോപിയും മേയറും. തന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി തന്റെ ഫണ്ട് വിനിയോഗിച്ച മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നതെന്ന് സുരേഷ് ഗോപി. ജനം സുരേഷ് ഗോപിയെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് മേയർ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് തീരുമാനമായില്ലെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. തൃശൂരിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്ന് ശ്രീകണ്ഠൻ. തൃശൂരിലെ ചരിത്ര സ്മാരകമായ പുരാവസ്തു മ്യൂസിയവും ശക്തൻ തമ്പുരാൻ കൊട്ടാരവും നവീകരണത്തിന്റെ പേരിൽ അടച്ചിട്ടിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. എന്ന് തുറന്നു നൽകുമെന്ന് വ്യക്തമാക്കാതെ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ ഒളിച്ചുകളി തുടരുന്നു. ചാലിശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നു. പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ആരോപണം. മന്ത്രി MB രാജേഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് മുൻ MLA VT ബൽറാം. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച മാടക്കത്രയിൽ ജാഗ്രതാ നിർദ്ദേശം. പന്നികളിൽ മാത്രം കാണപ്പെടുന്ന രോഗം മനുഷ്യരിലേക്ക് പകരില്ലെന്ന് വിദഗ്ധർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.